ഇന്തോ പാക് സംഘർഷമുണ്ടായ ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഓമന പേരിട്ട് വിളിച്ച സൈനിക നടപടി അവസാനിപ്പിക്കുന്നതിന് മധ്യസ്ഥം വഹിച്ച ഞാനാണ്, എന്റെ സമ്മർദ്ദ ഫലമായിട്ടാണ് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തോട് വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ത്യയുടെ അഭിമാനം സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി ആരുമായിക്കൊള്ളട്ടെ, രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷെ ഒരു രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ ബാധ്യസ്ഥനായ പ്രധാനമന്ത്രി ആ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തണം എന്ന് പലതവണ പ്രതിപക്ഷങ്ങൾ ആവശ്യപ്പെട്ടു. ഇന്നേവരെ അതിന്റെ വസ്തുത പറയുന്നതിന് നരേന്ദ്രമോദി സന്നദ്ധനായില്ല. അപമാനത്തിന്റെ ആ പരമ്പര തുടർന്നു വന്നുകൊണ്ട് ഏറ്റവും അവസാനം ഈ വ്യാപാര വാണിജ്യ കരാറിന്റെ കാര്യത്തിലും അവര് പറഞ്ഞ് നമ്മൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് ഡൊണാൾഡ് ട്രംപാണ് എന്ന് ഉത്തരം പറയേണ്ടുന്ന സാഹചര്യം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ വാണിജ്യകാര്യമന്ത്രിയും എല്ലാം അമേരിക്കൻ സാമ്രാജ്യത്വം നിയന്ത്രിക്കുന്നു എന്ന് നമ്മൾ ലജ്ജയോടെ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു സാഹചര്യം സംജാതമായിരിക്കുന്നു. വലിയ വീമ്പ് പറച്ചിലാണ്. വീമ്പ് പറച്ചിൽ എന്ന് പറഞ്ഞാൽ ദീർഘമായ പ്രഭാഷണങ്ങൾ, അസത്യ പ്രചാരണങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ട് ജനങ്ങളെ അങ്ങനെ കണ്ണിൽ പൊടിയിടാമെന്നാണ് അവർ ഓരോ ഘട്ടത്തിലും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റുണ്ടാക്കാൻ പോകുന്ന എപ്സ്റ്റീൻ ഫയലുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ പ്രധാനമന്ത്രിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഒക്കെ ബന്ധിപ്പിക്കുന്ന ലൈംഗിക ആരോപണത്തിന്റെ പോലും കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഫയലുകൾ അന്തരീക്ഷത്തിൽ പറക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ദേശീയ രാഷ്ട്രീയം വരും ദിവസങ്ങളിൽ വലിയ ഒരു കൊടുങ്കാറ്റിലേക്ക് പോകും എന്നതിന്റെ എല്ലാ സൂചനകളും നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുണ്ട്. ആ ഒരു ഘട്ടത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ വികസന മുന്നേറ്റ ജാഥയുമായി രാഷ്ട്രീയ കേരളത്തിന്റെ മുൻപിൽ വരുന്നത്. കഴിഞ്ഞ മുൻ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത SIR നടപ്പിലാക്കിയതിനു ശേഷം നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് എന്നതാണ്. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് ഇലക്ഷൻ കമ്മീഷനും BJPയും ഓമന പേരിട്ട് വിളിക്കുന്ന ഈ സംവിധാനം നമ്മുടെ മുസ്ലിം ലീഗിലെ ചില സുഹൃത്തുക്കൾ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ കേരള ഗവൺമെന്റിന്റെ ഒരു കണ്ടുപിടുത്തമായിരുന്നില്ല. മുസ്ലിം ലീഗും UDFും അതിന്റെ വ്യാജ പ്രൊഫൈലുകളുമെല്ലാം എന്തോരം പണം ചെലവഴിച്ചുകൊണ്ടാണ് നുണപ്രചരണം നടത്തുന്നത് എന്ന് നമുക്കറിയാം. പാവം പിടിച്ച, വലിയ രാഷ്ട്രീയ ബോധ്യമില്ലാതെ വീടുകളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്ന നമ്മുടെ ധാരാളം സഹോദരിമാരെ അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ ഒക്കെ അവരെ തെറ്റായി ബോധിപ്പിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്ത് ധാരാളം പ്രചരണങ്ങൾ നടത്തുകയുണ്ടായി. SIR എന്ന ഓമന പേരിട്ട് വിളിക്കുന്ന ഈ പ്രക്രിയ സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു അട്ടിമറിയാണ്, വോട്ട് ചോരിയാണ് എന്ന ഉറച്ച നിലപാടാണ് ഇടതുപക്ഷം എപ്പോഴും സ്വീകരിച്ചത്. വോട്ടർമാരാണ് സാധാരണഗതിയിൽ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുക. പക്ഷെ ഇവിടെ ഭരണാധികാരികൾ വോട്ടർമാരെ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഉണ്ടാകും. അതാണ് SIR എന്ന് പറയുന്നതിന്റെ ചുരുക്കപ്പേര്. 60 ലക്ഷം മനുഷ്യർ ബീഹാറിൽ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായി. അവരവിടെ ജീവിക്കുന്നവരാണ്, അവർ കാർഡുള്ളവരാണ്, അവർക്ക് പലർക്കും ആധാറുള്ളവരാണ്, അവരാ നാട്ടിൽ ജനിച്ച് വളർന്ന് മുന്നോട്ട് പോകുന്നവരാണ്. അവരകത്ത് ബംഗ്ലാദേശി എന്ന് മുദ്രകുത്താൻ സാധിക്കുന്നത് എത്ര പേരെയാണ്? വിരലിലെണ്ണാവുന്നവർ പോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. നുഴഞ്ഞു കയറ്റക്കാരെന്ന് പറയുന്നത് എത്ര പേരാണ്? വളരെ കുറച്ചുപേർ മാത്രമാണ് ഇവർക്ക് പോലും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ ദശാബ്ദങ്ങളായി ആ മണ്ണിൽ ജീവിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പല മനുഷ്യരും ഈ പ്രക്രിയയുടെ ഫലമായി പുറത്താക്കപ്പെടുന്ന സ്ഥിതിയുണ്ടായി. നമ്മുടെ സംസ്ഥാനത്ത് പോലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോ 19 ലക്ഷം മനുഷ്യരെ നോൺ മാപ്പിംഗ് അതിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ അവരുടെ രേഖകൾ ഇനിയും ഹാജരാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇലക്ഷൻ കമ്മീഷനെ ദുർബലപ്പെടുത്തിക്കൊണ്ട്, കേന്ദ്രമന്ത്രിയെ അവരെ നിശ്ചയിക്കുന്ന പാനലിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത, എല്ലാ പ്രക്രിയയും പൂർത്തിയായി, എല്ലാ കടമ്പയും കടന്ന് ഞാനൊരു വോട്ടറാണ്, പൗരനാണ് എന്ന് ഒരാൾ തെളിയിച്ച് അവസാനം അങ്ങനെ തെളിയിച്ച് വോട്ടർ പട്ടികയ്ക്കകത്ത് കയറിക്കൂടിയാലും രാഷ്ട്രീയ പാർട്ടികൾക്ക് അവസാനമായി കൊടുക്കുന്ന, അന്തിമമായി കൊടുക്കുന്ന പട്ടികയും പോളിംഗ് ബൂത്തിൽ ഉപയോഗിക്കുന്ന പട്ടികയും തമ്മിൽ പോലും വ്യത്യാസമുണ്ട് എന്നതാണ്. അത് ബീഹാറിൽ പലയിടത്തും കണ്ടു, ഹരിയാനയിൽ കണ്ടു. ഈ അപകടം നമ്മുടെ ജനാധിപത്യത്തിന്റെ മുൻപിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്ന സന്ദർഭത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവരെല്ലാം രാഷ്ട്രീയമായ ഇച്ഛാശക്തിയോടുകൂടി നേരിട്ടുകൊണ്ട്, അഭിമുഖീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്.